ഉച്ചേശ്വരം ഘോഷിക്കുന്നതിന് സാധിച്ച വൻകൃപയോർത്ത് ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ദൈവവചനം പ്രഘോഷിക്കുന്നതിന് നൽകിയ എളിയ അവസരപോർത്ത് ദൈവമേ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, യഹൂദിയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും എന്ന് കർത്താവായ യേശു ക്രിസ്തു സൂചിപ്പിച്ച പ്രകാരത്തിൽ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം ഈ പ്രദേശത്തും ഈ ജില്ലയിലും കേരളമാകെയും സുവിശേഷ സത്യങ്ങൾ വിളിച്ചു പറയുന്നതിന് നൽകിയിരിക്കുന്ന സാവകാശമോർത്ത് ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വ്യാജപരമായിട്ടുള്ള സുവിശേഷത്തെ വളച്ചൊടിക്കുന്നതായിട്ടുള്ള വ്യാജ സിദ്ധാന്തങ്ങൾ ദൈവമേ ഈ മറ്റനേകം പ്രദേശങ്ങളിലും ഈ പ്രദേശങ്ങളിലുമൊക്കെയും ആയിരിക്കുന്ന സമയത്ത് സത്യസുവിശേഷത്തിൽ ആയിരിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും സാധിച്ച കൃപയോർത്ത് ദൈവമേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ 3 ദിവസവും ഈ വേദിയിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നതിന് ദൈവമേ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കുരുവിള കുളഞ്ഞിക്കൊമ്മൽ സാമുവൽ അവർകളെ ദൈവമേ നീ ഡൽഹിയിൽ നിന്ന് വരുത്തുന്നതിനും നൽകിയ സാവകാശമോർത്ത് ദൈവമേ നിന്നെ സ്തുതിക്കുന്നു. ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മാസങ്ങളായി അഹോരാത്രം പ്രവർത്തിച്ച ദൈവമേ പാസ്റ്റർ ജോൺ ചാക്കോയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മനോഹരമായ ഞങ്ങളുടെ ശബ്ദമാധുരി കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗായക സംഘത്തെയും അതിലെ ഓരോ അംഗങ്ങളെയും ഉപകരണം വായിക്കുന്ന സഹോദരൻ ബെന്നിയെയും ഒക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് കേൾക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നായി ഒറ്റപ്പെട്ടും അല്ലാതെയും വന്നിരിക്കുന്നവരും ഈ പ്രദേശത്തുകാരുമായുള്ള എല്ലാ വിശ്വാസികളെയും സഭാവ്യത്യാസമില്ലാതെ ദൈവമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സുവിശേഷ സത്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അത് ഹൃദയങ്ങളിൽ 160 മേനി ഫലമുണ്ടാകുന്നതിനും സാധിക്കണമേ. തുടർന്നും വചനസത്യങ്ങളിൽ നിലനിൽക്കുന്നതിനും അത് പ്രഘോഷിക്കുന്നതിനും അവസരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മാനവും മഹത്വവും അങ്ങെടുക്കണമേ. ദൈവമേ, തെറ്റും ചുരുക്കവുമായ പ്രാർത്ഥന അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനും ഏക മധ്യസ്ഥനുമായ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥനകൾ കാണും പിതാവേ. ആമേൻ. ദൈവത്തിന് മഹത്വം. തുടർന്ന് ഗാനങ്ങൾ ആലപിക്കുന്നതിന് ബ്രദർ ജെയ്സൺ എം ഡീമിനെയും ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നിത്യ സന്ദേശത്തിൻ്റെ അവസാന രാത്രിയിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഈ രാത്രിയിലും നമ്മുടെ മീറ്റിങ്ങിൻ്റെ ആദ്യ സമയങ്ങളിൽ അല്പനേരം ദൈവത്തെ സ്തുതിക്കുവാനുള്ള സമയങ്ങളാണ്. ആ ദൈവത്തെ സ്തുതിക്കുന്ന ഗാനങ്ങൾ നമുക്കേവർക്കും ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. ആദ്യമായി ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന ഗാനം നമുക്ക് ചേർന്ന് പാടാം.
ഉന്നതന് പാടാം, സ്തോത്രഗീതം പാടാമെന്ന ഒരു ഗാനം നിങ്ങൾക്കായി പ്രിയ സഹോദരന്മാർ പാടുന്നു.
താമസമെന്തഹോ വന്നിടാനേശു കാന്ത താമസമെന്തഹോ താമസമെന്തഹോ വന്നിടാനേശു കാന്ത താമസമെന്തഹോ കാന്ത നിൻ വരവിന് കാത്തിരുന്നെൻ്റെ മാനം വെന്തൂരുകുന്നു കണ്ണ് മങ്ങും മാനുവേലി മങ്ങും മാനുവേലി താമസമെന്തഹോ വന്നിടാനേശു കാന്ത താമസമെന്തഹോ താമസമെന്തഹോ വന്നിടാനേശു കാന്ത താമസമെന്തഹോ വേഗത്തിൽ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടത് വർഷമതായിരിക്കുന്നു മേഘങ്ങളിൽ വരുമെന്ന് പറഞ്ഞതോർത്തു ദാഹത്തോടെ ഇരിക്കുന്നു ഏകവല്ലഭനാകും യേശുവേ നിന്റെ നല്ല ഏകവല്ലഭനാകും യേശുവേ നിന്റെ നല്ല ആഗമനം ഞാൻ നോക്കി ആശയോടിരിക്കുകയാൽ കാന്ത താമസമെന്തഹോ വന്നിടാനേശു കാന്ത താമസമെന്തഹോ താമസമെന്തഹോ വന്നിടാനേശു കാന്ത താമസമെന്തഹോ ദുഃഖം നീ നോക്കുന്നില്ലയോ എൻ്റെ വിലാപ ശബ്ദം നീ കേൾക്കുന്നില്ലയോ തക്കം നീ നോക്കുന്നില്ലയോ ഈശാചൻ മനം വെക്കം ഹനിപ്പാനയ്യോ തൃക്കണ്ണാലെന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി തൃക്കണ്ണാലെന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി വെക്കും താമസമെന്തഹോ വന്നിടാനേശു കാന്ത താമസമെന്തഹോ താമസമെന്തഹോ വന്നിടാനേശു കാന്ത താമസമെന്തഹോ
ബൈബിളിൽ സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: കർത്താവ് ഭവനം പണിയാതിരുന്നാൽ നിഷ്ഫലമാകും ഒരു മനുഷ്യൻ്റെ പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽക്കാർ വെറുതെയാകും. ദൈവം ഒരുവൻ്റെ കൂടെ ഇല്ലെങ്കിൽ അവൻ്റെ പ്രയത്നമെല്ലാം വെറുതെയാണ്. ഒരു ഭവനം പണിയുന്നത് ദൈവമാണ്. ദൈവം നമ്മോട് കൂടെ സദാസമയം ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കണമെന്ന് സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ദൈവഭക്തിയെപ്പറ്റി പറയുന്ന ഗാനം പാടുന്നു. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ എന്നൊരു പഴയ ഗാനം നിങ്ങൾക്കായി പാടുന്നു. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. കൃഷികൾ പാഴ്വേലയാകും. കർത്താവ് വിളകൾ നൽകാതിരുന്നാൽ കൃഷികൾ പാഴ്വേലയാകും. കർത്താവ് സൗഖ്യം നൽകാതിരുന്നാൽ ചികിത്സാവിധികൾ വ്യർത്ഥം. കർത്താവ് സൗഖ്യം നൽകാതിരുന്നാൽ ചികിത്സാവിധികൾ വ്യർത്ഥം. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. നൽകാതിരുന്നാൽ ജീവിതം കൂരിരുളാകും. കർത്താവ് ജ്ഞാനം നൽകാതിരുന്നാൽ ജീവിതം കൂരിരുളാകും. കർത്താവ് ദയവായി ക്ഷമിക്കാതെ വന്നാൽ പാപം ഭയാനകമാകും. കർത്താവ് ദയവായി ക്ഷമിക്കാതെ വന്നാൽ പാപം ഭയാനകമാകും. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും.
ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യരും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവം ആത്മാവാകുന്നു. അടുത്ത കാരണം ഇങ്ങനെ പറയുന്നു, ദൈവം ഒരു ശിലയല്ല, എൻ്റെ ദൈവം ഒരു ശില്പമല്ല, വിളിച്ചാൽ കേൾക്കാത്ത ദൈവമല്ല. ഈ ലോകത്തെയും അതിലുള്ള സർവ്വതിനെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഒരു കൈപ്പണിയായ ദേവാലയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ദൈവമല്ല. സർവത്തെയും നിയന്ത്രിക്കുന്ന, സർവചരാചങ്ങളെ സൃഷ്ടിച്ച എൻ്റെ ദൈവം സർവശക്തനാണ് എന്ന് പറയുന്ന ഒരു ഗാനം, അർത്ഥം വരുന്നൊരു ഗാനം നിങ്ങൾക്കായി പാടുന്നു. വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല, ഞാൻ വണങ്ങും ദൈവം ഒരു ശിലയല്ല, ശില്പമല്ല. വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല, ഞാൻ വണങ്ങും ദൈവം. കണ്ണുണ്ടെങ്കിലും കാണാത്തതോ, കാതുണ്ടെങ്കിലും കേൾക്കാത്തതോ, കണ്ണുണ്ടെങ്കിലും കാണാത്തതോ, കാതുണ്ടെങ്കിലും കേൾക്കാത്തതോ, കളിമൺ രൂപമല്ലൻ ദൈവം, ജീവൻ നൽകും ദേവനല്ലോ. കളിമൺ രൂപമല്ലൻ ദൈവം, ജീവൻ നൽകും ദേവനല്ലോ. ഹേ മനുഷ്യ, നീ അറിക, ഒന്നു നീ ചിന്തിക്കുമോ? ഹേ മനുഷ്യ, നീ അറിക, ഒന്നു നീ ചിന്തിക്കുമോ? ഞാൻ വണങ്ങും ദൈവം ഒരു ശിലയല്ല, ശില്പമല്ല. വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല, ഞാൻ വണങ്ങും ദൈവം. കൈപ്പണിയായ ദേവാലയങ്ങളിൽ എൻ ദൈവം വസിക്കുന്നില്ല. കൈപ്പണിയായ ദേവാലയങ്ങളിൽ എൻ ദൈവം വസിക്കുന്നില്ല. ഈ ലോകവും അതിലുള്ള സർവവും സൃഷ്ടിച്ച ശക്തനാണെൻ ദൈവം. ഈ ലോകവും അതിലുള്ള സർവവും സൃഷ്ടിച്ച ശക്തനാ
കൈവെടിഞ്ഞു. മകൾ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. സ്വർഗസ്ഥലങ്ങളിലുള്ളോരനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിന്നു ഹിതമായി. സ്വർഗസ്ഥലങ്ങളിലുള്ളോരനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിന്നു ഹിതമായി. സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ പിതാവിന്നു ഹിതമായി. മകൾ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മലിനത മാറി നമ്മൾ മഹിമയിൽ
സ്നേഹം പരലോക പിതാവു മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം പരലോക പിതാവു മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം പരലോക പിതാഭൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ ജേസൺ സഹോദരനെയും കൊച്ചു പെൺകുട്ടികളെയും കർത്താവ് സഹായിച്ചു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ നിത്യജീവൻ്റെ സന്ദേശം അറിയിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കണം. നമ്മൾ ചുരുങ്ങിയ ആൾക്കാർ ഉള്ളെങ്കിലും നമ്മൾ അറിഞ്ഞ ഈ സത്യം ഈ ദേശത്ത് വിളമ്പുവാൻ, അനേകർ സത്യം മനസ്സിലാക്കുവാൻ, സത്യജീവൻ്റെ സന്ദേശം അറിയുവാൻ, ഏക സത്യമായ ദൈവത്തെ അറിയുവാൻ, തൻ്റെ പുത്രനായ യേശു കർത്താവിനെ അറിയുവാൻ, അതിൽ കൂടെ അനേകർ രക്ഷയിലേക്ക് അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ രാത്രി ലുദിയായുടെ ഹൃദയം തുറന്ന ദൈവം അനേകരുടെ ഹൃദയം തുറക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം, പെരുവെള്ളത്തിൻ്റെ മുഴക്കം പോലെയുള്ള ശബ്ദം ഇന്ന് രാത്രി ദേവദാസരിൽ കൂടെ അറിയിക്കുമ്പോൾ ജനം സത്യം മനസ്സിലാക്കി, സത്യവചനം മനസ്സിലാക്കി, ഇത് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കി നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം. രണ്ട് വഴികൾ കർത്താവ് പറയുന്നു. ഒന്ന് നിത്യജീവനിലേക്കുള്ള വഴി, രണ്ട് നാശത്തിലേക്കുള്ള വഴി. അത് ഏത് വേണമെന്ന് ഈ രാത്രികാലം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അവസരമാണ്. ഈ രാത്രികാലം നിത്യജീവൻ്റെ സന്ദേശം അറിയിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ ഗുരുവിള കുളിഞ്ഞിക്കുമ്പൽ ശൗമുവൽ അവറുകളെ സ്നേഹപൂർവ്വം ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുക. എങ്ങനെയുണ്ട് നോക്കിട്ടോ, അവിടെ പോയി നോക്കിട്ടോ.
പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കേവർക്കും ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഇടയായ ഈ സാവകാശങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിലും ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെയിരുന്നു. സർവശക്തനായ ദൈവം നമ്മെ നടത്തി. ആ വിധങ്ങൾക്കായി ഞാൻ സർവശക്തനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വചനം കേട്ട പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ വേരൂന്നുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന കേൾവിയും ഇത് കേൾക്കുന്ന ജീവിതങ്ങളിൽ രൂപാന്തരമുണ്ടാക്കുവാൻ, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവത്തിലേക്ക് അവരെ സർവശക്തനായ ദൈവം നയിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവ കൃപ അവരുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കേണ്ടതിനായും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രവിക്കുന്ന ഈ വീഡിയോ ലൈവ് പ്രോഗ്രാമിലൂടെ കാണുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങൾ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ കഴിഞ്ഞ 2 ദിനങ്ങളിൽ നാം ശ്രവിച്ചതായ വിശുദ്ധ തിരുവെഴുത്തുകളുടെ തുടർച്ചയായി ഇന്നും നമുക്ക് വചനം വിചിന്തനം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഞങ്ങൾ കുറവിലങ്ങാട് എന്ന ഈ അനുഗ്രഹീതമായ നാട്ടിൽ 3 ദിവസത്തെ നിത്യജീവൻ്റെ സന്ദേശം ഘോഷിക്കുവാനുള്ള ആഗ്രഹം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ഉണ്ടാകുകയും അതിൻ പ്രകാരം ഞങ്ങൾ ചില മാസങ്ങളായി പ്രാർത്ഥനയോടെ ആയിരിക്കുകയും ചെയ്തതാണ്. ഈ പ്രദേശത്തിൻ്റെ മേൽ സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ കൃപ, വലിയ അനുഗ്രഹങ്ങൾ സ്വർഗം തുറന്ന് വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ കൃപയും കരുണയും ഇരിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത പ്രകാരം ദൈവകൃപയിൽ ആശ്രയിച്ച് അതിൻ്റെ പൂർത്തീകരണത്തിനായി പ്രാർത്ഥിച്ച പ്രകാരം ഇവിടെ സംഘടിപ്പിച്ച ഈ നിത്യജീവൻ്റെ സന്ദേശം ഘോഷിക്കുവാനുള്ളതായ സംരംഭത്തിൻ്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ രാത്രിയോടുകൂടി ഞങ്ങൾ താൽക്കാലികമായി ഈ പ്രോഗ്രാം ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. എന്നാൽ കേൾക്കപ്പെട്ടതായ വചനങ്ങൾ ഇത് കേട്ടവരുടെയൊക്കെ ജീവിതങ്ങളിൽ അത് കേട്ട് മറന്നു പോകാതെ നിരന്തരമായി ഓർമ്മപ്പെടുത്തി അവരെ കൃപയിൽ നയിക്കുവാൻ ശക്തമായ പരിശുദ്ധ ആത്മാവിൻ്റെ നിയന്ത്രണം ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഇരിക്കുമാറാകട്ടെ എന്നും ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ എല്ലാവരിലും വ്യാപരിക്കട്ടെ. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങളെ ഇവിടെ കാണുകയും ഞങ്ങളിലൂടെ ഈ വചനം ശ്രവിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരോട് പ്രാരംഭമായി ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു ധാരണ മനസ്സിലുണ്ടായിട്ടുണ്ടാകും, ഞങ്ങൾ പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന വിഭാഗക്കാരാണെന്ന്. അങ്ങനെയൊരു ധാരണ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായി ആ ധാരണയ്ക്ക് ഒരു തിരുത്തൽ വേണ്ടത് വളരെ ആവശ്യമാണ്. പെന്തക്കോസ്തുകാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സമൂഹവുമായും യാതൊരു വിധമായ
ബന്ധമില്ലാത്തവരാണ് ഞങ്ങളെന്നത് പ്രസ്താവിക്കേണ്ടത് ഒരു വളരെ ആവശ്യമാണ്. അപ്പോൾ ഒരു ചോദ്യം ഉയരാം, എന്നാൽ പിന്നെ നിങ്ങൾ ഏതാണ്, നിങ്ങൾ എന്താണ് എന്ന് ചോദിക്കാം. ആ ചോദ്യം ഉയരുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെയുള്ള മറുപടിയാണ്. നാം വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശോധിച്ചാൽ ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ചുള്ള പരാമർശം നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോസ്തലന്മാരും മറ്റനേക ശിഷ്യരും ഒന്നിച്ചു കൂടി വന്ന് ആരാധിച്ചു പോന്ന യെരുശലേമിൽ തുടങ്ങിയ ആരാധന മുതൽ വിവിധ സ്ഥലങ്ങളിലേക്ക് അപ്പോസ്തലന്മാർ പോകുകയും അതേപോലെ തന്നെ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട പൗലോസ്ലീഹ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ ദൈവസഭയുടെ വ്യാപനമുണ്ടായതായി നമുക്കറിയാം. എഫെസോസിലെ സഭ, എഫേസിയയിലെ സഭ, കൊരിന്ത്യയിലെ സഭ, കൊലോസിയയിലെ സഭ, തെസലോനിക്കയിലെ സഭ, ഫിലിപ്പിയയിലെ സഭ എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളുടെ പേരുകളിലൂടെ ബൈബിളിൽ സഭയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എഫെസോസിലെ സഭ, കൊരിന്തിലെ സഭ, ഗലാത്യയിലെ സഭ, തെസലോനിക്കയിലെ സഭ, റോമയിലെ സഭ എന്നിങ്ങനെ ആ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് സഭ എന്ന ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ 7 സഭകൾക്കുള്ള ദൂത് എന്ന് പറഞ്ഞുകൊണ്ട് ദൂത് എഴുതുമ്പോഴും അവിടെ ഓരോ സഭയെയും ഓരോ സ്ഥലങ്ങളിലെ സഭയെയും പരാമർശിക്കുന്നത് എഫെസോസ്, സ്മുർന എന്നിങ്ങനെ ആ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞിട്ട് ആ സ്ഥലത്തെ സഭയുടെ ദൂതന് എഴുതുക എന്നാണ്. ഇതൊക്കെ ആ സ്ഥലങ്ങളുടെ പേരിലാണ് ആ സഭ അറിയപ്പെട്ടത്. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കാം, നിങ്ങൾ സ്ഥലനാമ സഭക്കാർ എന്ന് പറയുന്ന പെന്തക്കോസ്ത് വിഭാഗമാണോ എന്ന് ചോദിക്കാം. നിശ്ചയമായും അല്ല. ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിച്ചത് ഇതാണ്: കർത്താവായ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും കൂടി വന്ന് ആരാധിച്ചു പോന്നു എന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. യേശുക്രിസ്തുവിൻ്റെ അധ്യാപനം കൈക്കൊണ്ട ശിഷ്യന്മാരോട് യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ചൂണ്ടിക്കാണിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ ശിമയോൻ പത്രോസിൻ്റെ മറുപടി കേട്ട ശേഷം യേശു അതിനെ തുടർന്ന് പറയുകയാണ്, നീ പത്രോസാകുന്നു. നീ പ്രസ്താവിച്ച ഈ ഒരു പ്രസ്താവനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. യേശുക്രിസ്തു പണിയുന്ന സഭകളല്ല, മറിച്ച് സഭ എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തു സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്. ആ പണി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തു ഒരു സഭയെ സ്ഥാപിച്ചു എന്ന് ബൈബിളിലില്ല. യേശുക്രിസ്തു താൻ സഭയെ പണിയും എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഒന്നിച്ചു കൂടി ആരാധിച്ചു പോന്ന സഭയ്ക്ക് പേര് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഒരിടത്ത് പോലും കത്തോലിക്ക എന്നോ ഓർത്തഡോക്സ് എന്നോ മർത്തോമ എന്നോ CSI എന്നോ CNI എന്നോ മെത്തഡിസ്റ്റ് എന്നോ ബാപ്റ്റിസ്റ്റ് എന്നോ പെന്തക്കോസ്ത് എന്നോ യഹോവയുടെ സാക്ഷികളെന്നോ ഇനി ഏതെല്ലാം പേരുകൾ നിങ്ങളുടെ ചുറ്റിന് നിങ്ങൾ കാണുന്നു, ഇങ്ങനെ ഒരു പേര് പോലും കർത്താവായ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും ആരാധിച്ചു പോന്ന കൂട്ടായ്മയ്ക്ക് പറഞ്ഞിട്ടില്ല. ഒറ്റ ശബ്ദമേ ഉപയോഗിച്ചിട്ടുള്ളൂ, സഭ. സഭ എന്ന ഒരൊറ്റ പദം സിംഗിൾ ഫോമാണത്, സിംഗുലറായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സഭ ഏതാണ് എന്ന ചോദ്യം അർത്ഥശൂന്യമാണ്.
തുടർന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഞങ്ങൾ മനുഷ്യനിർമ്മിതമായ ഒരു സംഘടനയുടെയും ആളുകളല്ല. We don't represent any organization which is made by man. ഞങ്ങൾ ആരും മനുഷ്യനിർമ്മിതമായ ഒരു സംഘടനയുടെയും വക്താക്കളല്ല. ഞങ്ങൾ ഈ കഴിഞ്ഞ 2 ദിവസവും ഇവിടെ ഘോഷിച്ചത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധ്യാപനങ്ങളും യേശുക്രിസ്തു ജനിച്ചതായ യഹൂദന്മാരുടെ പരമ്പരാഗതമായ പുസ്തകങ്ങളായി, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഭാഗമായി പഴയ നിയമത്തിൽ കാണുന്ന പുസ്തകങ്ങളിൽ നിന്നും, അതേപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ അധ്യാപനങ്ങളായി യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരും സുവിശേഷകന്മാരും ഒക്കെ രേഖപ്പെടുത്തിയതായ വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമ ഭാഗങ്ങളും, അപ്പോൾ പുതിയ നിയമവും പഴയ നിയമവും ചേർന്നതായ വിശുദ്ധ വേദപുസ്തകം എന്ന പേരിൽ നമ്മുടെ കൈകളിൽ ലഭ്യമായിരിക്കുന്ന ഈ പുസ്തകത്തിൽ അധിഷ്ഠിതമായി അതിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന സുവ്യക്തവും സുശക്തവും സുദൃഢവുമായ തെളിവുള്ള വചനങ്ങളുടെ ആധാരത്തിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നിങ്ങളോട് ഘോഷിച്ചുകൊണ്ടേയിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഘോഷിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദ്യങ്ങളുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ഇവിടെ പ്രസ്താവിച്ച ഏതെങ്കിലും ഒരു കാര്യം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമെങ്കിൽ, അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രസ്താവിച്ചതിൽ ഏതെങ്കിലും ഒന്ന് ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങൾക്ക് വിപരീതമാണ് എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സ്നേഹപൂർവ്വം അക്കാര്യത്തിനായി സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഇക്കാര്യങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തിരുത്തുവാൻ ഞങ്ങൾ സദാ സർവദാ സർവാത്മന സന്നദ്ധരാണ്. ഞങ്ങളാരും തിരുത്തലുകൾക്ക് അതീതരല്ല. ഞങ്ങൾക്ക് പിഴവ് പറ്റിയെങ്കിൽ തിരുത്തുവാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ ക്ലിയറായി, വളരെ സുവ്യക്തമായി തന്നെ നിങ്ങളോട് പറയുന്നത്, ഞങ്ങൾക്ക് സ്വന്തമായി ഒന്നും പറയുവാനില്ല. പറയുന്നതെന്തും ഈ പുസ്തകത്തിലെ സുവ്യക്തമായ തെളിവുള്ള വചനങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് എടുത്തു വെച്ചിട്ട് നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറയും, ദിസ് ഈസ് വാട്ട് റിട്ടൺ ഇൻ ദ ബൈബിൾ. ഇതാകുന്നു ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഇതിനെ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇതിനെ വിശ്വസിക്കുന്നു. ഇത് പറയുമ്പോൾ എന്നെ ശ്രവിക്കുന്ന പലരും പല വിധത്തിലുള്ളതായ ക്രിസ്തീയ സമൂഹങ്ങളുടെ ഭാഗമാകാം. ഞങ്ങൾക്ക് കത്തോലിക്കരായ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളോട് തർക്കമില്ല. ഞങ്ങൾക്ക് ഓർത്തഡോക്സുകാരായ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളോട് തർക്കമില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായി നിങ്ങൾ പരിഗണിക്കുന്നത് നൂറ്റാണ്ടുകളായി, തലമുറയായി പിതാക്കന്മാർ ഞങ്ങൾക്ക് കൈമാറി തന്ന പാരമ്പര്യമെന്ന ഒന്നുണ്ട്. ഞങ്ങൾ അതിനാണ് മുൻതൂക്കം കൊടുത്ത് അതിലാണ് വിശ്വസിക്കുന്നത്. അതല്ലാതെ ഞങ്ങൾക്ക് ബൈബിൾ മാത്രമാണ് ഞങ്ങളുടെ അടിസ്ഥാനമെന്ന ഒരു സംവിധാനം ഇല്ല എന്ന് തുറന്നു സമ്മതിക്കുന്നവരാണ് കത്തോലിക്കരും ഓർത്തഡോക്സുകാരും യാക്കോബായക്കാരുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അങ്ങനെയുള്ളവരോട് ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. നിങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് നിങ്ങളുടെ ചോയ്സാണ്. എന്നാൽ ക്രൈസ്തവരെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ചിലർ അവകാശപ്പെടുന്നത് അവർക്ക് പാരമ്പര്യമല്ല, അവരുടെ കയ്യിലിരിക്കുന്ന, ഒന്നുകൂടി എടുത്തു പറയട്ടെ, അവരുടെ കയ്യിലിരിക്കുന്ന
സത്യവേദ പുസ്തകം എന്ന ഈ പുസ്തകം അഥവാ വിശുദ്ധ ബൈബിളാണ് അവർക്ക് അടിസ്ഥാനമെന്ന് അവർ പറയുന്നു. ബൈബിൾ മാത്രമാണ് ഞങ്ങൾക്ക് അടിസ്ഥാനമെന്ന് അവർ അവകാശപ്പെടുന്നു. ബൈബിൾ അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് അടിസ്ഥാനമായി ആധാരമായി എടുക്കാനില്ല എന്നവർ പറയുന്നു. ആയിക്കോട്ടെ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ മുന്നോട്ട് വയ്ക്കുന്നതായ ചില ഉപദേശങ്ങളെയും ചില വ്യാഖ്യാനങ്ങളെയും നിശ്ചയമായും ഞങ്ങൾ ചോദ്യം ചെയ്യും. എന്തുകൊണ്ടാണ് ഞങ്ങളത് ചോദ്യം ചെയ്യുന്നതെന്നറിയാമോ? ഞങ്ങളുടെ കയ്യിലും നിങ്ങളുടെ കയ്യിലും ഇരിക്കുന്ന വിശുദ്ധ വേദപുസ്തകമെന്ന ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾക്ക് വിപരീതമായതും ഇതിലില്ലാത്തതുമായ ചില സംഗതികൾ നിങ്ങൾ പഠിപ്പിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ചോദ്യം ചെയ്യുവാനുള്ളതായ അവകാശമുണ്ട്, അധികാരമുണ്ട്. അതെന്തിനാണെന്നറിയാമോ? ഞങ്ങൾ ഈ പുസ്തകത്തെ ആധികാരികമായി ദൈവവചനമായി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ് നിങ്ങൾക്കും ആധാരമെങ്കിൽ നിങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ കാണിച്ചു തരുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. That's why we question you. Show us what you are teaching. നിങ്ങളെ ചോദ്യം ചെയ്യുവാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ ഞങ്ങൾ സദാ സർവദാ സർവാത്മന സന്നദ്ധരാണ്. ആ സമർപ്പണത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് ഈ പുസ്തകത്തിലുണ്ടെങ്കിൽ ആ വാക്യം ഒന്ന് കാണിച്ചു തരൂ. തിരുത്തുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി അതല്ല, നിങ്ങൾ പഠിപ്പിക്കുന്നത് ഈ പുസ്തകത്തിൽ കാണിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ കുഴപ്പം നിങ്ങളുടേതാണ്. അവിടെ ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ഞങ്ങളെ വിരോധിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഉപദേശം വിശുദ്ധ വേദപുസ്തകത്തിൽ കാണിക്കുവാൻ നിങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾ പെന്തക്കോസ്തുകാരല്ല, ഞങ്ങൾ ഒരു സംഘടനയുടെയും പ്രതിനിധികളല്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. അത് ഈ സഭയെ സംബന്ധിച്ചുള്ളതായ സംഗതികൾ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സഭയെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്താണെന്ന് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നാം പോയാൽ, മക്കളെ ബാക്കി കൊടുത്തോളാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ വായിക്കാം. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ, നിർത്തി വായിച്ചോണം, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ശ്രദ്ധിക്കണം. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ. അനാദികാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാലങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ സകലവും നിർണയിക്കുന്നതും സൃഷ്ടിക്കുന്നതിന് മുൻപേ സകലവും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ. അത് അതിൻ്റെ താഴോട്ട് വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം കൂടെ വായിക്കാം. അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം നിവർത്തിച്ചതായ അനാദി നിർണയം സഭ മുഖാന്തരം വെളിവായി വരുന്നു. അപ്പോൾ സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മർമ്മമായി മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ കർത്താവായ യേശുക്രിസ്തുവിൽ
വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു പണിയും എന്ന് പറഞ്ഞ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ അതിന്റെ 16 താഴോട്ട് വായിക്കുമ്പോൾ 17-ാം വാക്യം മുതൽ വായിക്കാം മക്കളെ. 16 തൊട്ട് വായിച്ചോ. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ വായിച്ചോ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, അതിന്റെ മുകളിലത്തെ വാക്യം കൂടെ വായര്, 15-ാം വാക്യം മുതൽ വായി. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന്, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. അപ്പോൾ അവരെന്ത് മറുപടി പറഞ്ഞു? ചോദിച്ചതിന് ശിമോൻ പത്രോസ്, ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. ഈ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചതാണ്. യേശു ആരാണെന്ന് ശിമയോൻ പത്രോസ് യേശുവിന്റെ ചോദ്യത്തിന് മറുപടിയായി പ്രസ്താവിച്ചത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ആ ഉത്തരം കേട്ട യേശു ശിമയോൻ പത്രോസിനോട് തിരിച്ചു പറയുന്നതോടെ വായിക്കേ. യേശു അവനോട് ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ ഞാൻ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ശിമയോൻ പത്രോസിന് യേശു ആരാണ് എന്ന സത്യം വെളിപ്പെടുത്തി കൊടുത്തത് ഒരു മനുഷ്യനുമല്ല, ജഡരക്തങ്ങളല്ല, മറിച്ച് സ്വർഗസ്ഥനായ പിതാവ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവമായ പിതാവാണ് അത് വെളിപ്പെടുത്തി കൊടുത്തത്. ആ വെളിപ്പെടുത്തി കൊടുത്തതായ സത്യം ശിമയോൻ പത്രോസ് പ്രസ്താവിച്ചതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് യേശു അവിടെ ഉറപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. യേശു ക്രിസ്തു ആരെന്ന സ്വർഗീയ വെളിപ്പാട് പിതാവായ ദൈവത്താൽ വെളിപ്പെടുത്തി കൊടുത്ത ആ വിശ്വാസത്തിന്റെ ആ സത്യത്തിന്റെ മേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന സഭയാണ് ക്രിസ്തുവിന്റെ സഭ. ഈ സഭ എന്ന് പറയുന്നത് സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദി നിർണയത്തിൽ മർമ്മമായിരുന്ന വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയുടെ നിവർത്തി കർത്താവായ യേശു ക്രിസ്തുവിലൂടെ, യേശു ക്രിസ്തു മുഖാന്തരം സഭയിലൂടെ അത് വെളിപ്പെട്ടു വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സഭയിൽ ഉണ്ടാകേണ്ടത് കർത്താവായ യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം നടത്തി ക്രിസ്തുവിനോട് ചേർന്ന് വരുന്ന വിശ്വാസികളായ കല്ലുകളെ ചേർത്തുകൊണ്ട് പണിയപ്പെടുന്ന ആത്മമന്ദിരമായി ദിനം പ്രതി വളർന്നു വരുന്ന ആ ആത്മ കെട്ടിടമാണ് സഭ എന്ന് പറയുന്നത്. ഈ സഭയെ സംബന്ധിച്ച് പൗലോസ് ലീഗ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കാര്യത്തിലൊരു ഏകീകൃതമായ സംവിധാനം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യഭാഗങ്ങൾ വായിക്കാം. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശ നിർത്തി പോണം. ഏക പ്രത്യാശയ്ക്കായിട്ടാണ് വിളിച്ചത്. ഏക പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തായിച്ചാന് ഒന്നും ചാക്കോച്ചാനൊന്നും തോമാച്ചാന് വേറൊന്നുമല്ല. നിങ്ങളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരേ പ്രത്യാശയ്ക്കായിട്ടാണ്. ഒരൊറ്റയൊന്നേ ഉള്ളൂ, ലക്ഷ്യം ഒന്നേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യാശ ഒന്നാകണം. ആ പ്രത്യാശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം, ബാക്കി മാറ്റണ്ട അവിടുന്ന്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. അപ്പൊ ദൈവം വേറെ, യേശു ക്രിസ്തു വേറെ എന്ന് മനസ്സിലായല്ലോ. യേശു ക്രിസ്തു പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ, അപ്പൊ യേശു ക്രിസ്തു തന്നെയല്ല യേശുവിൻ്റെ പിതാവെന്ന് മനസ്സിലായല്ലോ.
യേശുക്രിസ്തുവിന്റെ പിതാവായി ഒരുവനുണ്ട്, അവന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. യേശുക്രിസ്തുവിന്റെ പിതാവായിട്ട് ഒരാൾ ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ചില ബന്ധക്കോസുകാരുമുണ്ട് എന്നത് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കട്ടെ. പിതാവിനെ നിഷേധിക്കുന്ന, യേശുക്രിസ്തുവിന് പിതാവെന്ന് പറഞ്ഞ ഒരാളില്ല. യേശുക്രിസ്തു തന്നെയാണ് പിതാവ്, യേശുക്രിസ്തു തന്നെയാണ് പുത്രൻ, യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പഠിപ്പിക്കുന്ന വിപരീത ഉപദേശക്കാരും നമ്മുടെ ചുറ്റിലുമുണ്ട് എന്നത് ഞാൻ സൂചിപ്പിക്കട്ടെ. ആ വിപരീത ഉപദേശക്കാര് കണ്ണു തുറന്ന് വായിക്കുക. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. എവിടെ? പിതാവിൻ്റെ ഭവനത്തിൽ. അനേക വാസസ്ഥലങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാനായിരിക്കുന്ന ഇടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന്. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന, യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങളിൽ വിശ്വസിക്കുന്ന, നിത്യജീവന്റെ പ്രത്യാശയുള്ള ഒരു ദൈവ പൈതലിന്റെ ഉള്ളത്തിൽ വ്യാപരിക്കുന്ന ദൈവീക ശക്തിയാണ് ഈ പ്രത്യാശയ്ക്കായി തന്നെത്താൻ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഏക പ്രത്യാശയ്ക്കായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു. മത്തായി ചായനും തോമാച്ചായനും ചാക്കോച്ചായനും ഗോപാലകൃഷ്ണനും അങ്ങനെ ഓരോരുത്തർക്കും തോന്നിയ ഉപദേശം ബൈബിളിൽ ഇല്ലാത്തത് പഠിപ്പിച്ചുകൊണ്ട് ബൈബിളാണ് അടിസ്ഥാനമെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ നിങ്ങൾ വളരെ അലർട്ടായിരിക്കണം. ദുരുപദേശങ്ങളെ നിങ്ങൾ വിട്ടൊഴിയണം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിങ്ങൾ നിൽക്കണം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കാതെ അതിർ കടന്നുപോയ ഒരുത്തനും ദൈവമില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രണ്ടാമത്തെ ലേഖനം 9-10 വാക്യങ്ങളിൽ വളരെ വ്യക്തമായി ഇത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മക്കളെ ഒന്ന് വായിച്ചോ. രണ്ട് യോഹന്നാൻ 9-ാം വാക്യം 10-ാം വാക്യം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ദൈവം വേറെ, യേശുക്രിസ്തു വേറെ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. എന്നിട്ടും അത് വിശ്വസിക്കുവാൻ കഴിയാതെ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് സ്വീകരിക്കാതെ വിപരീത ഉപദേശം പ്രസ്താവിച്ചു കൊണ്ടുവരുന്നവർ പറയുകയാണ് യേശുക്രിസ്തുവിന് പിതാവില്ല എന്ന്. യേശുക്രിസ്തു തന്നെയാണ് പിതാവ്, വേറെ ഒരു പിതാവില്ലെന്ന്. ഇതിനൊക്കെ ഓരോ മുറിവാക്യം എടുക്കും. വാക്യമുണ്ട്, എനിക്കും അറിയാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ തന്നെ 7-ാം വാക്യം. ഫിലിപ്പോസിനോട് യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കഴിഞ്ഞില്ലേ? അപ്പൊ ഇനി വേറെ പിതാവിനെ ഒന്നും നോക്കണ്ട എന്നാ ഫിലിപ്പോസിനോട് യേശു പറഞ്ഞതെന്നാണ് പറയുന്നത്. ഈ യേശുക്രിസ്തു എന്താ ഒരിക്കൽ ഉവ്വ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമാണോ? തോന്നുമ്പോ തോന്നുന്നവരെ പറയുന്നതാണോ? അല്ല. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതെല്ലാം വളരെ ക്ലിയറാണ്, വളരെ ക്ലിയറാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഫിലിപ്പോസ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഇത്ര നാളും നിങ്ങളോടുകൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് ഇത് യേശുക്രിസ്തുവിനെ കണ്ടവര് പിതാവിനെ കണ്ടിരിക്കുന്നു, അതുകൊണ്ട് യേശുക്രിസ്തുവാണ് പിതാവ് എന്നാണ് തെറ്റിദ്ധരിക്കുന്നത്. ഈ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ
46 വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 46 വാക്യം വായിച്ചു മക്കളെ. പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ആ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ യേശുക്രിസ്തു പറയുന്നത് എന്താണ്? പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടേ എന്നല്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ യേശുവിനെ കണ്ടവർ പിതാവിനെ കണ്ടോ? യേശു ഇത് പറയുമ്പോഴ് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള കഥയാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ കർത്താവായ യേശുക്രിസ്തു പോഷിപ്പിച്ചു എന്നുള്ള അത്ഭുത പ്രവൃത്തി നിങ്ങളെല്ലാവരും വെറുതെ ആയാലും ബൈബിൾ വായിച്ചിട്ടില്ലെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. 5 അപ്പത്തെ കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ഈ സംഭവം നടന്നതിൻ്റെ അന്ന് ഇവർക്ക് ഈ 5 അപ്പവും 2 മീനും കൊണ്ട് ഇവരെ പോഷിപ്പിച്ച ശേഷം യേശു എന്ത് ചെയ്തു? അവിടെ നിന്നും പടക് കയറി അക്കരയ്ക്ക് പോയി. പിറ്റേ ദിവസം യേശു വരുമ്പോൾ ഈ തലേ ദിവസം അപ്പം തിന്ന് തൃപ്തരായ 5000-ഓളം വരുന്ന പുരുഷന്മാരും എണ്ണം പറയാത്ത സ്ത്രീകളും കുട്ടികളും എല്ലാം കൂടെ യേശുവിനെ അന്വേഷിച്ച് പിന്നെയും വന്നിരിക്കുകയാണ്. യേശു അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നത് വെറുതെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം നിങ്ങൾ വയറ് നിറച്ച് ചാപ്പാട് അടിച്ചിട്ട് പോയി, അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നതെന്നാണ് പറയുന്നത്. അപ്പോഴ് നിങ്ങൾ അപ്പം തിന്നത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചു വന്നത് എന്ന് പറഞ്ഞു. ഇതിനുശേഷം അവരോട് യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത്, അപ്പോൾ ഈ വലിയ പുരുഷാരം, ആയിരക്കണക്കിന് ജനങ്ങൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് യേശുവിനെ ഞങ്ങളുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷാരത്തോട് യേശു പറയുകയാണ്, ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ടേ എന്നല്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ യേശുവിനെ കണ്ടവൻ പിതാവിനെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധമല്ലേ? കാരണം അനേക ആയിരങ്ങൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് യേശുവിനെ കണ്ടു കഴിഞ്ഞു. ആ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയുകയാണ്, പിതാവിനെ ആരും കണ്ടിട്ടില്ല, കണ്ടിട്ടുള്ളത് ആരാണ്? ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ യേശുവിനെ കണ്ടിട്ട് ഇവരാരെങ്കിലും പിതാവിനെ കണ്ടോ? കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാ? ഫിലിപ്പോസിനോട് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാ? ഇങ്ങനെ മുമ്പേ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു പറയുന്ന യേശുവാണോ അത്? അല്ല. അതിന്റെ 10 വാക്യം വായിച്ച മക്കളെ. യോഹന്നാൻ 14:10 വായിച്ചേ. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം, ഇവിടെയാ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് യേശു സ്വയമായിട്ട് പറഞ്ഞതല്ലെന്ന്. പിന്നെയോ വായിക്കേ. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുകയാണെന്ന്. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ അവിടെ സംസാരിച്ചതാരാ? യേശുവാണോ സംസാരിച്ചത്, അതോ പിതാവ് യേശുവിൽ വസിച്ചുകൊണ്ട് സംസാരിക്കുകയാണോ ചെയ്തത്? പറഞ്ഞതാരാണ്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? പിതാവ് യേശുവിൽ വസിച്ചുകൊണ്ട് പറഞ്ഞൊരു ഒരു വാചകമാണത്. മനസ്സിലായോ? യേശുവിനെ കണ്ട ഒരുത്തനും പിതാവിനെ കണ്ടിട്ടില്ല. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് പിതാവ് യേശുവിൽ വസിച്ചുകൊണ്ട് സംസാരിച്ചതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം സ്വയമായിട്ടല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്തതാണെന്ന്. അപ്പൊ യേശുവിനെ കണ്ടവരാരും പിതാവിനെ കണ്ടിട്ടില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോണം. അപ്പൊ ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. യേശു തന്നെയല്ല യേശുവിന്റെ പിതാവ്. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 17 വാക്യം വായിക്കും മക്കളെ. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 17 വാക്യം. ഉയിർത്തെഴുന്നേറ്റ ശേഷം യേശുവിനെ ആദ്യമായി കണ്ടത് മഗ്ദലക്കാരത്തി മറിയമാണെന്നുള്ളതാണ് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതല്ലാതെ വേറെ ആരെങ്കിലും മനുഷ്യർ
യേശുവിനെ അതിനു മുമ്പ് കണ്ടിട്ടുള്ളതായിട്ട് നമുക്ക് ബൈബിളിൽ തെളിവൊന്നുമില്ല. അതുകൊണ്ട് ഉയിർത്തെഴുന്നേറ്റ യേശുവിനെ മഗ്ദലക്കാരത്തി മറിയ കാണുമ്പോൾ യേശുവിന് മറിയോട് പറയുവാനുള്ള ഒരു വാചകമാണ് യേശു പറഞ്ഞ വാക്കാണ്. വായിച്ചോളൂ. യേശു അവളോട് എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. ഒന്ന് നിൽക്കണേ. ഉയിർത്തെഴുന്നേറ്റ യേശു മഗ്ദലക്കാരത്തി മറിയോട് പറയുകയാണ്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ എൻ്റെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. അപ്പൊ പിതാവ് എവിടെ ഇരിക്കുന്നത്? യേശു തന്നെയാണോ പിതാവ്? അതോ യേശുവിന് പിതാവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ മുകളിൽ എവിടേക്കോ കയറിപ്പോകേണ്ടിയിരിക്കുന്നു എന്നാണോ യേശു പറഞ്ഞത്? യേശുവിന് പിതാവിന്റെ അടുക്കൽ പോകണമെങ്കിൽ മുകളിൽ എവിടേക്കോ കയറിപ്പോകേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. അപ്പൊ യേശു തന്നെയാണോ പിതാവ്? അപ്പൊ യേശു പറയുകയാണ്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എന്നിട്ട് മറിയത്തിന് യേശു തുടർന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നു, നീ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് പറക, ഞാൻ നിങ്ങളുടെ പിതാവും എൻ്റെ പിതാവും നിങ്ങളുടെ ദൈവവും എൻ്റെ ദൈവവുമായവൻ്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായ ഒരുവനുണ്ട്, അവന്റെ അടുക്കലേക്ക് യേശു കയറിപ്പോകുന്നു എന്ന് തൻ്റെ ശിഷ്യന്മാരോട് ചെന്ന് പറക എന്ന് യേശു മഗ്ദലക്കാരത്തി മറിയയോട് പറയുന്നു. ആ കൂട്ടത്തിൽ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. എന്താണ്? എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും. അപ്പൊ യേശുക്രിസ്തുവിൻ്റെ അനുയായികളുടെ ദൈവം യേശുക്രിസ്തുവിൻ്റെയും ദൈവമാണ്. യേശുക്രിസ്തുവിൻ്റെ അനുയായികൾക്കുള്ള പേരെന്താണ്? പെന്തക്കോസ്തുകാരെന്നാണോ? യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ പേര്, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്കുള്ള പേര് വിശുദ്ധ വേദപുസ്തകത്തിൽ സുവ്യക്തമായി ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 26-ാം വാക്യം വായിച്ച മക്കളെ. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. എവിടെ വെച്ച് എന്ത് പേരുണ്ടായി? അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്നുള്ള പേരുണ്ടായി. അപ്പം യേശു ക്രിസ്തുവിന്റെ ശിഷ്യരായിരിക്കുന്നവർക്കുള്ള പേരെന്താണ്? ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് അന്ത്യോക്യയിൽ വെച്ച് ആദ്യമായി ലഭിച്ചു. ഈ പേര് പരിഹസിച്ചുകൊണ്ട് വിളിച്ചതാണ് എന്ന് ചില ആൾക്കാർ അബദ്ധം പറയാറുണ്ട്. അത് അങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണ് തോന്നുന്നു. നോക്കട്ടെ. മോനെ ഒരു മിനിറ്റ് 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. 1 പത്രോസ് 4:16. അപ്പൊ ഇത് ശിമയോൻ പത്രോസ് എഴുതിയ ലേഖനമാണ് നമ്മൾ വായിച്ചത്. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒന്നാമനായ ശിമയോൻ പത്രോസ് തൻ്റെ ലേഖനത്തിൽ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത് എന്ന് പറയുമ്പോൾ ഇത് പരിഹാസത്തോടെ വിളിച്ചതാണോ അതോ ഇവർക്ക് ഈ പേര് കിട്ടിയത് അഭിമാനത്തോടെ അവർ കൈക്കൊള്ളുകയാണോ ചെയ്തത്? ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് അഭിമാനമായി കണ്ട അപ്പോസ്തലന്മാർ അവർക്ക് ലഭിച്ചതായ ഈ പേര് അഭിമാനത്തോടെ പറയുകയാണ്, ക്രിസ്ത്യാനിയായിട്ട് നീ കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. യേശുവിൻ്റെ ശിഷ്യന്മാർ അംഗീകരിച്ച
തങ്ങൾക്ക് പേരായി അവർ സ്വീകരിച്ചത് എന്താണ്? ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവനെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കേണ്ടത്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നുപോയ ദൈവമില്ലാത്ത ഒരുത്തനെയും ക്രിസ്ത്യാനി എന്ന് വിളിക്കുവാൻ അർഹതയില്ല. അർഹതയില്ല. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവനെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കേണ്ടത്. മത്തായി എന്നോ ചാക്കോ എന്നോ തോമ എന്നോ പേരിട്ടത് കൊണ്ട് ക്രിസ്ത്യാനിയാകത്തില്ല. ക്രിസ്ത്യാനിയാകണമെങ്കിൽ അവൻ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. യോഹന്നാന്റെ 2-ാം ലേഖനം 10-ാം വാക്യം വായിച്ച മക്കളെ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ബാക്കി വായിരേ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് പിതാവുമുണ്ട് പുത്രനുമുണ്ട്. യേശു ക്രിസ്തുവിന് പിതാവില്ലെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ ഉപദേശത്തിലാണോ നീ എന്ന് ഇന്നത് പരിശോധിക്കണം കേട്ടോ. നീ ക്രിസ്തുവിന്റെ ഉപദേശത്തിലാണ് നിലനിൽക്കുന്നതെങ്കിൽ നിനക്ക് പിതാവുമുണ്ട് പുത്രനുമുണ്ട്. ഇനി അടുത്തത്, ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. ഈ ഉപദേശവും കൊണ്ടല്ലാതെ, ഏതുപദേശം? ക്രിസ്തുവിന്റെ ഉപദേശവും കൊണ്ടല്ലാതെ ഒരുത്തൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അടുത്തത്, അവനോട് നീ കുശലം പറയാൻ പോലും പോകരുത്. അവനോട് കുശലം പറയാൻ പോയാൽ നീ അവന്റെ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളിയായി മാറുമെന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ ഉപദേശത്തിന് വിപരീതമായ ഉപദേശവുമായി നിന്റെ അടുക്കൽ വരുന്ന ഒരുത്തരെയും നീ വീട്ടിൽ കൈക്കൊള്ളരുത്. അവനുമായി കുശലം പറയരുത്. അങ്ങനെ ചെയ്താൽ നീ അവന്റെ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളിയായി തീരുമെന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നത്. ആകയാൽ പ്രിയരെ, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ തുടക്കം കുറിച്ച ശേഷമാണ് മുന്നോട്ട് പോയത്. അപ്പോൾ അവിടെ നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി വിളിച്ചു. ബാക്കി അടുത്തത്, ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്. മത്തായിച്ചായന്റെ വിശ്വാസവും, ചാക്കോച്ചായന്റെ വിശ്വാസവും, തോമാച്ചായന്റെ വിശ്വാസവുമല്ല. വിളിച്ചത് ഒരുവനാണ്, കർത്താവ് ഒരുവനാണ്, പ്രത്യാശ ഒന്നാണ്, ഒരു ശരീരമാണ്. ആ കർത്താവ് ഒരുവനാണെങ്കിൽ അവന് വിശ്വാസവും ഒന്ന്. ഏക പ്രത്യാശയ്ക്കായി വിളിക്കപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസം ഒന്നായിരിക്കണം. അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഏത് വിശ്വാസമാണ് പിന്തുടരേണ്ടത്? മുമ്പിൽ ചോദ്യചിഹ്നം കിടക്കുകയാണ്. വരുന്നവനും പോകുന്നവനും തങ്ങൾക്ക് വായി തോന്നുന്ന ഉപദേശങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ എല്ലാം പുറകെ പോകരുത്. ഏതൊരുത്തൻ വന്ന് നിങ്ങളോട് ഉപദേശം പറഞ്ഞാലും അവൻ പറയുന്നതൊക്കെ അതുപോലെ തിരുവെഴുത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അതിൽ നിലനിൽക്കണം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കണം. എങ്കിലേ വിശ്വാസം ഒന്നാകത്തുള്ളൂ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോയാൽ അവന് ദൈവമില്ല. അവൻ തോന്നിയ ഉപദേശങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ആകയാൽ വിശ്വാസം ഒന്ന്. അടുത്തത്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ.
അപ്പോൾ ഇവിടെ എല്ലാവർക്കും മീതെയുള്ളവനും, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും, എല്ലാവരിലും ഇരിക്കുന്നവനും, എല്ലാവർക്കും ദൈവവും പിതാവുമായവനും ഒരുവൻ മാത്രമാണ്. ഒരപ്പന്റെ മക്കളാണെങ്കിൽ, ഒരു ദൈവത്തിന്റെ സന്തതികളാണെങ്കിൽ വിശ്വാസം ഒന്നായിരിക്കണം, ഉപദേശം ഒന്നായിരിക്കണം, ഒരു ശരീരമാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തായിച്ചാനും തോമാച്ചാനും ചാക്കോച്ചാനും എല്ലാം കൂടെ ഒറ്റ ശരീരം എന്നല്ല പറഞ്ഞത്, മറിച്ച് ഇവരുടെ ഒന്നാകുന്ന ഒരു കാര്യം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, ഞാനും പിതാവും ഒന്നാകുന്നു. ഈ വാക്യം എടുത്തുകൊണ്ട് വന്നിട്ട് ചിലർ പറയും യേശുക്രിസ്തുവും പിതാവും ഒരാൾ തന്നെയാണെന്ന്. അങ്ങനെയൊന്നും യേശുക്രിസ്തു പറഞ്ഞില്ല. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞത് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് പിതാവെന്നാണോ പറഞ്ഞത്? ഞാനും പിതാവും ഒരാൾ തന്നെയാണെന്നാണോ പറഞ്ഞത്? അല്ല. അതെങ്ങനെ വ്യക്തമാകും? അതിന് തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 29-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഒരു കാര്യം പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയുന്നത്. വായിച്ച മക്കളെ. യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. ഞാൻ നല്ല ഇടയനാകുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അധ്യായത്തിന്റെ ആരംഭ ഭാഗത്തുനിന്ന് താഴോട്ട് യേശു വരുന്നത്. യേശു ക്രിസ്തുവിന് ആടുകളെ കൊടുത്ത പിതാവ്, യേശുക്രിസ്തുവിന്റെ കൈകളിൽ ആടിനെ ഏൽപ്പിച്ചു കൊടുത്ത പിതാവ് എല്ലാവരിലും വലിയവനാണ് എന്ന ഒരു പ്രസ്താവന നടത്തിയിട്ടാണ് യേശു പറയുന്നത് ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പൊ കൊടുത്തവനും വാങ്ങിയവനും ഉണ്ടോ? തൊട്ട് മുകളില് കൊടുത്തവനും വാങ്ങിയവനും ഒരാൾ തന്നെയാണോ? അപ്പൊ പിതാവ് ആടുകളെ യേശുവിന് കൊടുത്തു, യേശു ആടുകളെ വാങ്ങി. പിതാവിന്റെ കയ്യിൽ നിന്ന് ആടുകളെ വാങ്ങിയ ഈ യേശുവാണ് പറയുന്നത്, അവയെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന പിതാവ് എല്ലാവരിലും വലിയവനാണ്. എന്നിട്ട് പറയുകയാണ്, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ, അതിനെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. കാരണം എന്താണ്? ഞാനും പിതാവും ഒന്നാകുന്നു. ഈ പറഞ്ഞതായ യേശു പിതാവിനെ കുറിച്ച് നടത്തിയ മറ്റൊരു പരാമർശം കൂടെ ചേർത്ത് പഠിച്ചാൽ അതിനകത്ത് ക്ലാരിറ്റി വന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 28-ാം വാക്യം. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, യോഹന്നാൻ 14:28, പിതാവ് എല്ലാവരിലും എന്നേക്കാൾ വലിയവനല്ലേ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. അപ്പൊ യേശുവും പിതാവും ഒരാളാണോ? യേശുവിന് പിതാവിന്റെ അടുക്കൽ പോകണമെന്ന് യേശു പറയുന്നു. ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്ന് പറയുന്നു. അടുത്തത്, പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. ഇപ്പൊ എന്ത് മനസ്സിലായി? എല്ലാവരിലും വലിയവനാണ് പിതാവെന്ന് പറഞ്ഞു. അത് യേശുക്രിസ്തു തന്നെയാണെങ്കിൽ യേശുക്രിസ്തു പറയുകയാണ് പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. അപ്പൊ യേശുക്രിസ്തുവിനേക്കാളും വലിയവനായി, എല്ലാവരെക്കാളും വലിയവനായ പിതാവെന്ന് പറഞ്ഞ ഒരുവനുണ്ട്. അവന്റെ അടുക്കലേക്ക് താൻ പോകുന്നുവെന്ന് പറയുന്നു. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന് തന്റെ പിതാവിന്റെ അടുക്കൽ പോകണമെങ്കിൽ മുകളിലേക്ക് കയറിപ്പോകേണ്ടിയിരിക്കുന്നുവെന്ന് ഉയിർത്തെഴുന്നേറ്റ യേശു മഗ്ദലക്കാരത്തി മറിയോട് പറയുന്നു. വായിച്ച വാക്യം യോഹന്നാൻ 20:17 അപ്പൊ യേശുവും പിതാവും ഒരാൾ തന്നെയല്ല എന്നും വളരെ വ്യക്തമായി. ഇനിയും നമുക്ക് മുന്നോട്ട് പോകാം. എങ്ങനെയാണ് യേശുവും പിതാവും ഒന്നായിരിക്കുന്നത് എന്ന് കൂടി പരിശോധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമോ?
ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ അവർ എന്ന് പറയുന്നത് യേശുവിനെ അനുഗമിച്ച അനേകരായ ശിഷ്യവൃന്ദത്തെ കുറിച്ചാണ്. പരിശുദ്ധ പിതാവേ, എന്റെ അനുയായികളായ ഈ ശിഷ്യവൃന്ദം നമ്മെ പോലെ അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് അവർ നമ്മെ പോലെ ഒന്നാകണം. യേശുവും യേശുവിനേക്കാൾ വലിയവനായ പിതാവും അവർ എങ്ങനെ ഒന്നായിരിക്കുന്നുവോ ആ ഒന്നാകൽ അനേകരായ യേശുവിന്റെ ശിഷ്യന്മാർക്കുണ്ടാകണം. ആ ഒന്നാകലാണ് ശരീരമൊന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത്. സഭ എന്ന ക്രിസ്തുവിന്റെ ശരീരം, ക്രിസ്തുവേശു തലയായിരിക്കും. അനേക വിശ്വാസികളായ ശിഷ്യന്മാരായ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്ന സത്യവിശ്വാസികളായ ആത്മീയ കല്ലുകളെ ചേർത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ യോജിപ്പിക്കപ്പെട്ട് വിശുദ്ധ വചനങ്ങളാൽ ശുദ്ധീകരിക്കപ്പെട്ട് പണിതുകൊണ്ടിരിക്കുന്ന ആത്മമന്ദിരമായ സഭ എന്ന ഒരു ശരീരമേ ഉള്ളൂ, ഒരു ശരീരമേ ഉള്ളൂ. ഏതാണ് നിങ്ങളുടെ സഭ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിന്റെ സഭ, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കൾ എന്ന് പറയുന്ന വിശുദ്ധരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ ഏകോപിപ്പിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിയന്ത്രണത്തിൽ കൂടെ പണിതുകൊണ്ടിരിക്കുന്ന ആത്മമന്ദിരമാണ് ദൈവത്തിന്റെ സഭ. ആ സഭയെ ചേർക്കുവാനായി കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നു. ആ വരവിനായി ഒരുക്കത്തോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് നിത്യജീവന്റെ പ്രത്യാശയുള്ള ഓരോ വ്യക്തി ജീവകൾക്കെയും ആവശ്യമായിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ കൃത്യതയോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കും മക്കളെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതാണ് ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത്. നിത്യജീവന്റെ പ്രത്യാശയുള്ള പ്രിയരെ, ഹൃദയങ്ങളിൽ ആഴത്തിൽ അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുക. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വാഗ്ദത്തം പറഞ്ഞു പോയ കർത്താവ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും, ഞാനായിരിക്കുന്ന ഇടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന്. ഈ വാഗ്ദത്തം പറഞ്ഞ് സ്വർഗത്തിലേക്ക് കയറിപ്പോയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം. എങ്ങനെയാണ് ക്രിസ്തുവിൽ ജീവിക്കുക? 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. 1 കൊരിന്ത്യർ 5:17. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പുതിയ സൃഷ്ടിയാകണം. ക്രിസ്തുവിന്റെ ഉപദേശത്തിലേക്ക് വരുന്ന, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധ്യാപനങ്ങളിലേക്ക് വരുന്ന, മനസാന്തരപ്പെട്ട് ദൈവകൃപയ്ക്കായി സമർപ്പിക്കപ്പെടുന്ന ഒരുവൻ പുതിയ സൃഷ്ടിയാകുന്നു. അങ്ങനെ ക്രിസ്തുവിലാകുന്നവനാണ് ക്രിസ്തുവിൽ ജീവിക്കുവാൻ കഴിയുന്നത്. ക്രിസ്തുവിൽ ജീവിക്കുന്നവനാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും പിന്നെ ക്രിസ്തുയേശുവിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് പ്രത്യാശയോടെ ജീവിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ഇവരൊന്നിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് നിത്യജീവന്റെ പ്രത്യാശയുള്ള ക്രിസ്തീയ വിശ്വാസിയുടെ ഏക പ്രത്യാശ. ഈ ഒരു പ്രത്യാശ ജീവിതത്തിൽ
അവകാശമാക്കണമെങ്കിൽ, ഈ പ്രത്യാശ നിറഞ്ഞ ജീവിതം നയിക്കണമെങ്കിൽ പ്രിയരെ, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിനോടുകൂടി എന്നേക്കും വസിക്കുവാനായി ഒരുക്കമുള്ളവരായി നമുക്ക് മുന്നേറാം. ഞങ്ങളുടെ ഈ 3 ദിവസത്തെ വചന പ്രഘോഷണം ഇവിടെ സമാപിക്കുകയാണ്. ഞങ്ങൾക്ക് അനുവദിച്ചതായ സമയം ഇവിടെ തീരുകയാണ്. ഇത്രത്തോളം ഞങ്ങളെ ശ്രമിച്ച ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തുടക്കമിട്ട് ക്രിസ്തുവേശുവിലുള്ള പ്രത്യാശയിൽ ജീവിക്കുവാനായി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുക്കമുള്ളവരായി ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി ഏക പ്രത്യാശയ്ക്കായി സമർപ്പിക്കുവാനായി ഈ വചനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഉപകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുക.